ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു. അതായത് പാലക്കാട് ഒരു സ്കൂളിൽ ഒരു കുട്ടിയുടെ മൊബൈൽ ഫോൺ, ഒരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മൊബൈൽ ഫോണ് സ്കൂളിൽ വെച്ച് ഇവൻ്റെ കയ്യിൽ നിന്ന് അധ്യാപകർ വാങ്ങിക്കൊണ്ടുപോയി. കാരണം സ്കൂളിൻ്റെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണല്ലോ, കൊണ്ടുവരാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് തിരിച്ചു ചോദിക്കാൻ വേണ്ടി വന്നിട്ട് ഇവൻ പ്രിൻസിപ്പലിനോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇന്നലെ കണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് കാര്യം, ആരാണ് ഈ വീഡിയോ എടുത്തത്? അതൊരു അധ്യാപകനാണെന്ന് പറയുന്നു. എന്നിരുന്നാൽ തന്നെ ഈ അധ്യാപകൻ ഈ വീഡിയോ എടുത്ത് അതെങ്ങനെയാണ് ലീക്കായത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നാട്ടുകാരെ മൊത്തം കാണിക്കേണ്ട കാര്യമാണോ? പക്ഷെ ഇതുകൊണ്ട് ആകെ ഉണ്ടായിട്ടുള്ള ഒരു പ്രയോജനം, അത് നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇനി അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ തിരുത്താൻ പറ്റുമെന്നുള്ള ഒരേ ഒരു കാര്യമേ ഇതുകൊണ്ട് പറയാൻ പറ്റൂ. ഒരുപാട് പേര് ഇതിൻ്റെ താഴെ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോക്കൊക്കെ താഴെ പറയുന്നത് കേട്ടു, നല്ല അടി കിട്ടാത്തതിൻ്റെ സൂക്കേടാണ്, അടിച്ചു വളർത്താത്തതിൻ്റെ പ്രോബ്ലമാണെന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ നമുക്കും ഒരു പരിധി വരെ ചിന്തിച്ചാൽ അത് തന്നെ പറയാൻ പറ്റുള്ളൂ. കൃത്യമായ രീതിയിൽ വളർത്തു ദോഷം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് പേര് ഈ കുട്ടിയെ നന്നായിട്ട് വഴക്ക് പറയണം, അല്ലെങ്കിൽ അടിക്കണം, ശിക്ഷിക്കണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ആൾക്കാർ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ കുട്ടിയെ, എനിക്ക് പറയാനുള്ള കാര്യമാണ്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ കുട്ടിയെ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ശിക്ഷിച്ച് നല്ലതായിട്ട് അടയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവൻ വീണ്ടും ഇത്തരത്തിൽ കൂടുതൽ വയലൻ്റ് ആവുകയേ ചെയ്യുള്ളൂ. അതല്ലാതെ ഇവനെ പതുക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവനും അതേപോലെ തന്നെ ഇവനെ പോലത്തെ കുട്ടികളെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നേ മതിയാവും. അതല്ലാതെ എല്ലാവരെയും ഇത്തരത്തിൽ അടിച്ച് ശിക്ഷിച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ കൂടുതൽ വയലൻ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് ഇവനെ പതുക്കെ റിഫൈൻ ചെയ്ത് കൊണ്ടുവന്നേ മതിയാവൂ. എന്നിട്ട് സമൂഹത്തിന് ബാധ്യതയാകുന്ന രീതിയിൽ നിന്ന് മാറി സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരാളായിട്ട് ഇവനെ പോലത്തെ ന്യൂ ജനറേഷനെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മണവാളൻ യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതും ഇന്നലെ തന്നെ ആയിരുന്നു. ഇതെന്താ സംഭവം ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് ഇവനും ഇവന്റെ ഫ്രണ്ട്സും കൂടി തൃശ്ശൂരിൽ ഒരു ആരുമറ്റ മദ്യപിച്ച് വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസാണ്. മുന്നെന്തോ ഒരു കേസിൽ ഇവന് വൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇവർക്ക് ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. ഇപ്പൊ ഏകദേശം ഇവന്റെ കൂട്ടുകാരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ്. അവരൊക്കെ റിമാൻഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇവൻ ഒളിവിലായിരുന്നു. കർണാടകയിലെ കൊടകിൽ വെച്ചിട്ടാണ് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് പിടിച്ചിട്ടും വളരെ ഹാപ്പിയായി ജയിലിൽ കയറുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വരുന്നൊക്കെ രീതിയിൽ വീഡിയോയിലൊക്കെ അവന്റെ ഫ്രണ്ട്സ്, അതായത് മറ്റു പ്രതികളാണെന്ന് തോന്നുന്നു, അവർ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവൻ ജയിലിലേക്ക് പോയത്. ഈ മണവാളിനെ പോലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ അവരുടേതായ രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു പക്ഷേ തെറ്റായിരിക്കാം, ശരിയാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്നാലും ഞാൻ പറയാണ്, ഇവരുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമിക്കതും പലതും ഈ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു 10-18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇവരുടെ വീഡിയോസ് കൂടുതലും ഇവരുടെ വീഡിയോസ് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നത് അത്തരത്തിലുള്ള കുട്ടികളിലാണ്. അപ്പോൾ എൻ്റെ അനിയത്തി തന്നെ എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട്, അവരെ പോലെയൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തുകൂടെ ചേട്ടനെന്ന് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് ഇൻസ്പയർ ആയിട്ട് വരുന്നത്. പിന്നെ ഇവർ കണ്ടെത്തുന്ന പോലെ ഡെയിലി നമുക്ക് കണ്ടന്റ് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാനൊരു സോഷ്യോളജി സ്റ്റുഡൻ്റ് ആണ്, സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇത്രമാത്രം കണ്ടന്റ് ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ എന്തിന് മറ്റൊരു കണ്ടന്റ് തേടണം എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ ഇതുപോലെ ഒരുപാട് പേര് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ റിയാക്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ഒരു രീതി സ്വീകരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇവരൊക്കെ ഇങ്ങനെ വീഡിയോയിൽ വളരെ നല്ല രീതിയിൽ പെരുമാറി റിയൽ ലൈഫിൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ചെറിയ കുട്ടികളൊക്കെ ഇവരെ തെറ്റെന്താന്ന് പോലും അറിയാതെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ തന്നെ ഈ കുട്ടി കാണിച്ചതൊക്കെ കണ്ടല്ലോ. പക്ഷെ അതൊരു പക്ഷേ സിനിമയുടെ കാര്യമൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടു. സിനിമയും ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. അത് ചെറിയ കുട്ടികളാണല്ലോ, അപ്പോൾ അവരെ ഏതായാലും ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ഒരു ടീനേജ്, ഇപ്പോൾ തന്നെ ഈ കുട്ടിയുടെ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഏജിലുള്ള കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ്, പല കാര്യങ്ങളിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവരൊക്കെ എന്ത് തോന്നിവാസം ചെയ്താലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ കുട്ടികളെ മാറാൻ സമ്മതിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.